ഈ ഒരു വീഡിയോയിലേക്ക് വേണ്ടി നമുക്ക് സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്യാൻ അവസരം നൽകിയത് cellpointadoor ആണ്. സോ ഇന്ന് അൺബോക്സ് ചെയ്യുന്ന ഡിവൈസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ വേറെ ഏതെങ്കിലും മോഡലോ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്യേണ്ട എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എനിവേ നമുക്ക് ഇന്നത്തെ നമ്മുടെ OnePlus 9Rt അൺബോക്സ് ചെയ്യാം. ആസ് യൂഷ്വൽ വരുന്ന ആ ഒരു റെഡ് ബോക്സിലാണ് 9Rt വന്നിരിക്കുന്നത്. ബോക്സ് നമ്മൾ നോക്കുവാണെങ്കിൽ മുകളിലായിട്ട് നമുക്ക് 9Rt എന്ന് കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ രണ്ട് സൈഡിലായിട്ട് OnePlusൻ്റെ ബ്രാൻഡിംഗ് ഒക്കെയാണ് നൽകിയിരിക്കുന്നത്. OnePlus 9 സീരീസിൻ്റെ സക്സസറായിട്ട് വരുന്ന ഒരു വേരിയൻ്റ് ആണ് OnePlus 9Rt ആൻഡ് 5G ആണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാക്കിൻ്റെ ബാക്കിൽ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നൽകിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ആൻഡ് യെസ്, നമ്മുടെ അൺബോക്സിങ് എക്സ്പീരിയൻസ് വളരെ മനോഹരമാക്കുന്ന ഒരു ബ്രാൻഡാണ് OnePlus. അപ്പം അവരുടെ എല്ലാ ഡിവൈസിലും അൺബോക്സിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീൽ തന്നെയാണ്. പ്ലാസ്റ്റിക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാക്ക് ഫ്രീ ആവും. ആദ്യം തന്നെ നമ്മുടെ ഡിവൈസാണ് വരുന്നത്. ഇതാണ് OnePlus 9Rt. നമുക്ക് സൈഡിലേക്ക് മാറ്റിയേക്കാം. ബാക്കി പാക്കേജ് കണ്ടൻസ് നോക്കുവാണെങ്കിൽ നമുക്ക് അടുത്തായിട്ട് ഒരു ബാക്ക് കവർ ലഭിക്കുന്നുണ്ട്. ഈ ഫോണുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു കളർ ബാക്ക് കവറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ടെമ്പററി പ്ലാസ്റ്റിക് ഷീറ്റ് അങ്ങനത്തെ ടൈപ്പ് അല്ല, ഒരു കളറായിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ബാക്ക് കവറാണ്. അത് നമുക്ക് ഇങ്ങോട്ട് സൈഡിലേക്ക് വെക്കാം. പിന്നെ നോക്കുവാണെങ്കിൽ Type A to Type C ഡേറ്റ കേബിളാണ് ആസ് യൂഷ്വൽ വരുന്ന ആ ഒരു റെഡ് വൈറ്റ് കോംബോയിലുള്ളത്. പിന്നെ 65 വാട്ടിൻ്റെ വാപ്പ് ചാർജിങ് ബ്രിക്കും ഇവിടെ നൽകിയിട്ടുണ്ട്. ഫോണിലേക്ക് വരികയാണെങ്കിൽ ഒരു ടെമ്പററി പ്ലാസ്റ്റിക് ഷീറ്റിലൊക്കെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് റിമൂവ് ചെയ്യാം. അതിൻ്റെ ബാക്കിലായിട്ട് NFC സപ്പോർട്ടിൻ്റെയും കുറച്ച് എക്സ്ട്രാ ഡീറ്റെയിൽസ് ഒക്കെ നൽകിയിട്ടുണ്ട്. ആൻഡ് ജസ്റ്റ് ഇത് റിമൂവ് ചെയ്യാം നമുക്ക്. യെസ്, ഒരു സ്റ്റിക്കർ കൂടെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് പീൽ ചെയ്യാം. OnePlusൻ്റെ ഏതൊരു ഡിവൈസിലും പാക്കിംഗ് എക്സ്പീരിയൻസ് ഗംഭീരമാക്കുന്നത് ഇത്തരത്തിലുള്ള പേപ്പർ വർക്ക്സ് ആണ്. ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ ധാരാളം റെഡ് പേപ്പേഴ്സ് കാണാൻ പറ്റും. അതുകൂടാതെ ഹൈലൈറ്റ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. 9Rt, OnePlusൻ്റെ ലോഗോ, നെവർ സെറ്റിൽ എന്ന് പറയുന്ന അവരുടെ ഒരു ടാഗ് ലൈന്, ഇതിൻ്റെ എല്ലാം സ്റ്റിക്കേഴ്സാണ് ഈ കാണുന്നത്. പിന്നെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡിൻ്റെ ആ ഒരു വലിയ ഷീറ്റ് നമുക്ക് കാണാൻ പറ്റും. കൂടാതെ സേഫ്റ്റി ഇൻഫോർമേഷൻ നൽകിയിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് എപ്പോഴും ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ OnePlus നൽകുന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് നമുക്ക് സിം ഇജക്ടർ പിന്ന് നൽകുന്നത്. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ പീൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് റെഡ് കേബിൾ ക്ലബിൻ്റെ മെമ്പർഷിപ്പ് കാർഡും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇത്രയുമാണ് ഇതിൻ്റെ പാക്കിംഗ് കണ്ടൻസ്. വളരെ മനോഹരമായിട്ട് നമുക്ക് എല്ലാവർക്കും സാറ്റിസ്ഫൈ ആവുന്ന രീതിയിലുള്ളൊരു പാക്കിംഗ് മെത്തേഡാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. ഫോണിലേക്ക് വരുമ്പോൾ നാനോ സിൽവർ എന്ന് പറയുന്ന കളർ വേരിയൻ്റാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. മറ്റൊരു ഹാക്കർ ബ്ലാക്കും അവൈലബിൾ ആണ്. 128GB വേരിയൻ്റ് ആണ് എൻ്റെ കയ്യിലുള്ളത്. ആൻഡ് ഓവറോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ പറയുകയാണെങ്കിൽ നല്ല പ്രീമിയം ഫീൽ തന്നെയാണ് നമ്മുടെ കയ്യിൽ. വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എടുത്തു വരേണ്ട കാര്യം തന്നെയാണ്. ഇതിന് കൂടെ നൽകിയിരിക്കുന്ന ബാക്ക് കവർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു ക്വാളിറ്റിയുള്ള ബാക്ക് കവറാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അതെന്തായാലും നല്ലൊരു പോസിറ്റീവ് അപ്രോച്ചാണ്. നല്ല കളർ കോമ്പിനേഷനിലാണ് ഇവർ ബാക്ക് കവർ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് വോളിയം റോക്കേഴ്സ് ആണ് നൽകിയിട്ടുള്ളത്. മുകളിലായിട്ട് മൈക്ക് മാത്രമാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ അവിടെ നമുക്ക് പവർ ബട്ടൺ കാണാൻ പറ്റും. അതുകൂടാതെ OnePlusൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്ലൈഡറും കാണാൻ പറ്റും. അതുപോലെ താഴെയായിട്ട് നോക്കുവാണെങ്കിൽ താഴെയാണ് നമുക്ക് സിം ട്രെയും Type C പോർട്ടും സ്പീക്കേഴ്സും വരുന്നത്. ഹെഡ്ഫോൺ ജാക്ക് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൽ അവൈലബിൾ അല്ല. അതുപോലെ സിം സ്ലോട്ട് നോക്കുവാണെങ്കിൽ ഡുവൽ നാനോ സിം സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഗ്ലാസ് ബിൽഡ് ആണ്. Gorilla Glass 5ൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഇതിൽ വരുന്നുണ്ട്. 16.22 സെൻറ്റിമീറ്റർ ഹൈറ്റും അതുപോലെ 7.46 സെൻറ്റിമീറ്റർ വിഡ്ത്തും 0.829 സെൻറ്റിമീറ്റർ തിക്നെസ്സും ആണ് ഇതിന് നൽകിയിരിക്കുന്നത്. 198.5 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ്. പക്ഷേ ഓവറോൾ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കയ്യിലധികം വെയിറ്റ് തോന്നിക്കുന്നില്ല. ഇതിൻ്റെ ഓവറോൾ ഈ ഒരു മിറർ ഫിനിഷിങ് അടിപൊളിയായിട്ട് തന്നെയുണ്ട്. നമുക്ക് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനിങ് തന്നെയാണ് OnePlus നൽകിയിരിക്കുന്നത്. ആൻഡ് ഡിസൈനിങ് വൈസ് ബിൽഡ് ക്വാളിറ്റി വൈസ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ 6.62 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് നമുക്കിതിൽ ലഭിക്കുന്നത്. 120 Hz റീഫ്രഷ് റേറ്റ് നമുക്ക് അവൈലബിൾ ആണ്. 1080x2400 പിക്സൽസ് ആണ് റെസൊല്യൂഷൻ. 397 പിക്സൽ പെർ ഇഞ്ച് ആണ് ഇതിൻ്റെ ഡെൻസിറ്റി വരുന്നത്. 20:9 ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ഫോൺ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് Gorilla Glassൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. നല്ല കളർ ആക്യുറസി ഉള്ള സ്മൂത്ത് ആയിട്ടുള്ള നല്ല വ്യൂയിങ് ആംഗിൾസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആണ് OnePlus ഇതിൽ നൽകിയിരിക്കുന്നത്. 120 Hz റീഫ്രഷ് റേറ്റ് നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ ഓവറോൾ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. പല ബ്രാൻഡ്സും ഈ ബഡ്ജറ്റിൽ പോലും 90 Hz ഒതുക്കുന്ന ടൈമിൽ 120 Hz എന്തായാലും നൽകിയത് നല്ല കാര്യം തന്നെയാണ്. കൂടാതെ ഹൈപ്പർ ടച്ച് 2.0, റീഡിംഗ് മോഡ്, നൈറ്റ് മോഡ് എന്നീ ഫീച്ചേഴ്സ് ഈ ഒരു ഡിസ്പ്ലേക്ക് OnePlus നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ UI നോക്കുവാണെങ്കിൽ ഓക്സിജനോയ്സിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. Android 11ലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ Android 11ലാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ Android 12 ആണ് പ്രതീക്ഷിച്ചത്. സോ എന്തായാലും 2 വർഷത്തെ അപ്ഡേറ്റ് മാത്രമേ നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയർ വൈസിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ Android 12
ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് 1 ഇയർ കിട്ടിയാലേ സ്റ്റിൽ ആൻഡ്രോയിഡ് 11 ആണ് നമുക്ക് ലഭിക്കുന്നത്. ഓക്സിജൻ പറ്റി പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് ഒരു ഓക്സിജൻ OS എക്സ്പീരിയൻസ് അല്ല നമുക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്കറിയാം കളർ OSുമായിട്ട് ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ ഓവറോൾ UI എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, എബോ ആവറേജ് പെർഫോമൻസ് തന്നെയാണ്. നല്ല ഒപ്റ്റിമൈസേഷനും പ്രീമിയം ക്വാളിറ്റി ഇപ്പോഴും ഇതിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ കളർ OS വെച്ച് ബാധിച്ചിരിക്കുന്നത് ഇതിൻ്റെ ക്യാമറ UIയിലാണ്. അത് മാത്രമേ ഉള്ളൂ എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെറ്റിംഗ്സിലൊക്കെയുള്ള UI ആയാലും എനിക്ക് കുഴപ്പമില്ലാത്തതായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. സോ ഓവറോൾ UI എക്സ്പീരിയൻസ് നല്ല തന്നെയാണ്. ഇതിൻ്റെ സെക്യൂരിറ്റി ആൻഡ് ബയോമെട്രിക്സ് നോക്കുവാണെങ്കിൽ നമുക്ക് ടച്ച് ID ആൻഡ് ഫേസ് ID ആണ് ലഭിക്കുന്നത്. ടച്ച് ID പറയുകയാണെങ്കിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനിങ് ആണ് വരുന്നത്. രണ്ടും വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അധികം പ്രശ്നമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഫേസ് ID ആണെങ്കിൽ നിമിഷ നേരം കൊണ്ടാണ് സെറ്റ് ആവുന്നത്. പിന്നെ അൺലോക്ക് ആവുന്ന സ്പീഡ് പറയുകയാണെങ്കിൽ ഫേസ് IDയും ഫിംഗർ പ്രിൻറ്റ് സ്കാനിങ്ങും നല്ല രീതിയിൽ തന്നെ അൺലോക്ക് ആവുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനിങ് ആണ് ഇതിൽ വരുന്നത്. എല്ലാം നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഈ പേഴ്സണലൈസേഷനിൽ നമുക്ക് ഇതിൻ്റെ ആനിമേഷൻസ് ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. കളർ OSൻ്റെ ഇൻറ്റഗ്രേഷൻ വന്നുകൊണ്ട് തന്നെ ചില ബെനിഫിറ്റ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ സെറ്റിംഗ്സ് നോക്കിയാൽ പേഴ്സണലൈസേഷൻ ആയാലും ഇതിൻ്റെ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് കളർ OS കാരണം വരുന്നുണ്ട്. അതിലുള്ളതാണ് ഈ പറയുന്ന പല ഫീച്ചേഴ്സും. ക്യാമറയിലായാലും കുറേ ഫീച്ചേഴ്സ് എക്സ്ട്രാ നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പം ആ ഒരു പോസിറ്റീവ് സൈഡ് നമ്മൾ കാണാതെ പോകരുത്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വേണേൽ പറയാം. ഇതിൻ്റെ ക്ലോക്സ് ആയാലും എല്ലാം കുറച്ച് പ്രീമിയം ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഇതിൻ്റെ ഡിസ്പ്ലേയിലെ ക്വാളിറ്റി വേസ് നമുക്ക് നല്ലൊരു എടുപ്പ് ഇതിൻ്റെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ എക്സ്പീരിയൻസ് ഇതിൻ്റെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. സോ അത് എടുത്ത് വരേണ്ട ഒരു കാര്യം തന്നെയാണ്. മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ട് നമുക്കുണ്ട്. AMOLED ഡിസ്പ്ലേ ആണ്. നല്ല കളർ ആക്യുറസിയും നല്ല വ്യൂ ആംഗിൾസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഒന്നുകൊണ്ട് പേടിക്കേണ്ട, നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിൽ ലഭിക്കുന്നത്. ഇതിൻ്റെ സ്ക്രീൻ ക്വാളിറ്റി ആയാലും ഇതിൻ്റെ വോയിസ് ക്വാളിറ്റി ആയാലും കിടിലാണെന്ന് തന്നെ പറയാം. ഈ സ്പീക്കർ ക്വാളിറ്റി എടുത്ത് വരേണ്ട ആവശ്യമില്ല. സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൂടിയാണ്, OnePlusൻ്റെ സ്പീക്കേഴ്സ് കൂടിയാണ്. ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ നല്ല ലൗഡായിട്ട് തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഓവറോൾ മൾട്ടിമീഡിയ എക്സ്പീരിയൻസിൽ ഞാൻ നല്ല രീതിയിൽ തന്നെ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി ഇതിൻ്റെ ചിപ്സെറ്റിനെ പറ്റി പറയാം. Qualcomm Snapdragon 888 5G ചിപ്സെറ്റ് ആണ് നമുക്കിതിലുള്ളത്. Adreno 660 ആണ് GPU ആയിട്ട് വരുന്നത്. ഞാനിവിടെ സാമ്പിളായിട്ട് കാണിക്കുന്നത് BGMI ആണ്. ഇതിൻ്റെ സെറ്റിംഗ്സ് പറയുകയാണെങ്കിൽ നമുക്ക് സ്മൂത്തിൽ എക്സ്ട്രീം ആണ്. അതുപോലെ തന്നെ HDRൽ നമുക്ക് എക്സ്ട്രീമിലിട്ട് കളിക്കാൻ പറ്റും. അൾട്രാ HD നോക്കുവാണെങ്കിൽ നമുക്ക് അൾട്രയിൽ ലഭിക്കുന്നുണ്ട്. സെറ്റിംഗ്സ് പറയുകയാണെങ്കിൽ Snapdragon 888 ആണ്, നിങ്ങൾക്കറിയാം. ഏറ്റവും ഹൈ സെറ്റിംഗ്സിൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കളിക്കാൻ പറ്റും. സെയിം എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതിലിപ്പോൾ HDR എക്സ്ട്രീമിലിട്ട് നോക്കുവാണെങ്കിൽ തന്നെ എനിക്കധികം ലാഗ് ഒന്നും വരുന്നില്ല. അൾട്രാ HD ആണെങ്കിൽ തന്നെ സ്മൂത്ത് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഇംപ്രഷനിലെ ഗെയിം എക്സ്പീരിയൻസിൽ അല്ലെങ്കിൽ ഗെയിം പ്ലേയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കിടിലൻ എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതിൻ്റെ ആ ഒരു ഡിസ്പ്ലേ ആയാലും ടച്ച് സാമ്പിളിംഗ് റേറ്റിംഗിലായാലും എല്ലാത്തിലും നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫസ്റ്റ് ഇംപ്രഷനിൽ എനിക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള ഹീറ്റ് ഇഷ്യൂ ഒന്നും തോന്നിയില്ല. ഓവറോൾ ഗെയിമിംഗ് എക്സ്പീരിയൻസ് എക്സലൻ്റ് തന്നെയാണ്. Snapdragon 888 കിടിലനായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ക്യാമറ സെറ്റപ്പ് നോക്കുവാണെങ്കിൽ 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ പ്ലസ് 16 മെഗാ പിക്സൽ അൾട്രാ വൈഡ് പ്ലസ് 2 മെഗാ പിക്സൽ മാക്രോ എന്നിങ്ങനെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഡുവൽ ഫ്ലാഷും നമുക്ക് അവൈലബിൾ ആണ്. നൈറ്റ്, വീഡിയോ, ഫോട്ടോ, പോർട്രേറ്റ്, മോറിലെ കുറേ അധികം ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഫോട്ടോസിലായാലും നമുക്ക് കുറേ അധികം ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ OnePlusൻ്റെ ആ ഒരു UI തീർച്ചയായിട്ടും ഞാനിവിടെ മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഓക്സിജൻ OSൻ്റെ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. കളർ OS വന്നുകൊണ്ട് തന്നെ എനിക്ക് UIയുടെ കാര്യത്തിൽ ഒരു നെഗറ്റീവായിട്ടാണ് പറയാനുള്ളത്. ബട്ട് ആ ഒരു കളർ OS വന്നുകൊണ്ട് നമ്മൾ നോട്ട് 2ൻ്റെ വീഡിയോയിലും പറഞ്ഞിരുന്നു കുറേ അധികം ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് പ്രോ വീഡിയോ, അതായത് നമുക്ക് ബൊക്കെ അനുസരിച്ച് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ കുറേ അധികം ഫീച്ചേഴ്സ് കളർ OS കാരണം ഇതിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ അങ്ങനെ ഒരു കോംപ്രമൈസ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മുകളിലായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഫിൽറ്റേഴ്സും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. വീഡിയോയുടെ കാര്യം പറയുകയാണെങ്കിൽ 4K ആയിട്ട് 60 FPS വരെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. നല്ലൊരു കാര്യം തന്നെയാണ്. സ്ലോ മോഷൻ നോക്കുവാണെങ്കിൽ 1080p 240 FPS അതുപോലെ 720p 480 FPS നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിലെ സെൻസർ നോക്കുവാണെങ്കിൽ സോണി IMX766 ആണ് നൽകിയിരിക്കുന്നത്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും നൽകിയിട്ടുണ്ട്. OIS നോക്കുവാണെങ്കിൽ വീഡിയോയിൽ 1080p 60 FPS വർക്ക് ചെയ്യുന്നത്. അതായത് അൾട്രാ സ്റ്റേബിൾ മോഡ് നമുക്ക് അതിൽ മാത്രമാണ് ലഭിക്കുന്നത്. 4K 60 FPS നമുക്ക് അൾട്രാ സ്റ്റേബിൾ ലഭിക്കുന്നില്ല. ബട്ട് ഈവൻ തോ 4K 60 FPS ഇനഫ് ആയിട്ട് തന്നെ ഒരു ഫ്ലുവൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ കളർ ആക്യുറസിയുടെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കിടിലൻ വിഷ്വൽസ് നമുക്ക് ഇത് ഉപയോഗിച്ചെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ സാമ്പിൾസ് കാണുമ്പോൾ ഏകദേശം ഇതിൻ്റെ ഐഡിയ മനസ്സിലാവുന്നതാണ്. ആൻഡ് എനിക്ക് സാറ്റിസ്ഫൈ ആവുന്ന രീതിയിലുള്ള ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ഇതിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ നമുക്ക് മൂവി മോഡ് എന്ന് പറയുന്നൊരു മോഡ് വരുന്നുണ്ട്. നോട്ട് 2ൽ നമ്മൾ പറഞ്ഞിരുന്നു അതൊരു എക്സലൻറ്റ് മോഡ് തന്നെയാണ്. എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ ഒരുപാട് ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ഇതിലൊരു പ്രോ വീഡിയോ കുറച്ചുകൂടി ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് ഒരു ക്യാമറയിൽ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ബൊക്കെയുള്ള വീഡിയോസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഫ്രണ്ട് ക്യാമറ പറയുകയാണെങ്കിൽ 16 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. f2.4 അപ്പേച്ചറാണുള്ളത്. IMX471 ആണ് ഇതിൻ്റെ സെൻസർ വരുന്നത്. ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ് ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് വരുന്നത്. 1080p 30 FPS ആണ് നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഫസ്റ്റ് ഇംപ്രഷനിൽ വെർത്ത് ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി ഞാൻ കുറച്ച് സാമ്പിൾസ് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വയം വിലയിരുത്താൻ സാധിക്കുന്നതായിരിക്കും.
കണക്ടിവിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ 5G ചിപ്സെറ്റ് ആണ് ഇതിൽ വരുന്നത്. അതുപോലെ 8 5G ബാൻഡ്സ് നമുക്കിതിലുണ്ട്. NFC സപ്പോർട്ടഡ് ആണ്. ബ്ലൂടൂത്ത് 5.0 സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. 4500 mAh ബാറ്ററി കപ്പാസിറ്റി ആണ് ഇതിൽ വരുന്നത്. 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതിൽ അവൈലബിൾ ആണ്. റാം ടൈപ്പ് നോക്കുവാണെങ്കിൽ LPDDR5 ആണ്. അതുപോലെ തന്നെ UFS 3.1 ടൈപ്പ് ആണ് നമ്മുടെ സ്റ്റോറേജും വരുന്നത്. അതെന്തായാലും എക്സലൻറ്റ് കാര്യം തന്നെയാണ്. ഇനി എൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ 8 128GB വേരിയൻറ്റിൻ്റെ പ്രൈസ് 43,000 രൂപയാണ്. അതുപോലെ 12 256GB വേരിയൻറ്റിൻ്റെ പ്രൈസ് 47,000 രൂപയാണ്. സോ നിങ്ങൾക്ക് നല്ല പെർഫോമൻസ് ഉള്ള, നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ക്യാമറ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ, അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മൾട്ടിമീഡിയയും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ 5G ഫോണാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാവുന്നതാണ്. നല്ല വെർത്ത് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു കിഡിലൻ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.